മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. പക്ഷേ UDF സർക്കാരിൽ വകുപ്പ് വിഭജനം പ്രതിസന്ധിയിൽ തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാണെങ്കിലും പകരം ആവശ്യപ്പെട്ട ഫിഷറീസ് വകുപ്പ് നൽകാനാകില്ല എന്ന കോൺഗ്രസ് നിലപാടാണ് തർക്കത്തിനുള്ള കാരണം. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചാൽ റോജി എം ജോണിനും കെ മുരളീധരനും നിശ്ചയിച്ചിരുന്ന ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിനും നൽകാൻ ധാരണയായിട്ടുണ്ട്. ഭൂരിഭാഗം വകുപ്പുകളിലും തീരുമാനമായ സാഹചര്യത്തിൽ നിലവിലെ തർക്കങ്ങൾ അതിവേഗം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും UDF നേതൃത്വവും തീവ്ര ശ്രമത്തിലാണ്. TV പ്രസാദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. 2 ദിവസമായി ഇപ്പോഴും തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഫിഷറീസ് വകുപ്പിൽ തട്ടി നിൽക്കുകയാണ് ഈ പ്രശ്നം. ഇതിപ്പോൾ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഉടൻ പ്രതീക്ഷിക്കാമല്ലേ? ശ്രുതി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ രണ്ടാം ദിവസം പിന്നിടുമ്പോഴും വകുപ്പില്ലാ മന്ത്രിമാരായി നമ്മുടെ മന്ത്രിമാർ തുടരുന്നു എന്നുള്ളതാണ്. വളരെ അപൂർവം ചില വകുപ്പുകളിൽ മാത്രമാണ് കൃത്യമായ തീരുമാനമുണ്ടായതും അത് മാറില്ല എന്ന ഉറപ്പുള്ളതും. പക്ഷേ ആ വകുപ്പ് വെച്ചുകൊണ്ട് പുറത്ത് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ കാര്യമായ നടപടികളിലേക്ക് ആർക്കും കടക്കാൻ കഴിയില്ല. പക്ഷേ എന്നിട്ടും ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയവർ അവരുടെ ചില യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു, അതുപോലെ ഷിബു ബേബി ജോൺ കണ്ടിരുന്നു. അങ്ങനെ വകുപ്പുകൾ മാറാനിടയില്ലാത്ത മന്ത്രിമാരാണ് ഇന്നലെ നടപടികളിലേക്ക് കടന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകുമ്പോഴും വകുപ്പില്ലാത്ത മന്ത്രിമാരായി പോകേണ്ടി വരും എന്നുള്ള പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അതിനു മുമ്പ് ഉത്തരവിറക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതുവരെയും ഉത്തരവിറങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ്. ചില വകുപ്പുകളിൽ തട്ടിയാണ് പ്രശ്നം. കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി വകുപ്പാണ് AP അനിൽകുമാറിന് കൊടുക്കാതിരുന്നത്. മറ്റൊരു കാര്യമായ വകുപ്പ് വേണം എന്നുള്ളത് കൊണ്ട് ദേവസ്വം കൂടി കൊടുക്കാൻ ആലോചിക്കുന്നു. ദേവസ്വം നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ആരോഗ്യം കയ്യിലുള്ള കെ മുരളീധരനാണ്. കെ മുരളീധരൻ്റെ കയ്യിൽ നിന്നെടുത്ത് ദേവസ്വം AP അനിൽകുമാറിന് കൊടുക്കുകയും പകരം കായിക വകുപ്പ് മുരളീധരന് കൊടുക്കുകയും ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ അവിടെയല്ല. പ്രശ്നങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടും ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടുമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോജി എം ജോണിന് കൊടുക്കാനാണ് തീരുമാനം. പക്ഷേ അങ്ങനെയാകുമ്പോൾ ഫിഷറീസ് വകുപ്പ് തരണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ പക്ഷേ ഇവിടെ തർക്കം മൂക്കാനുള്ള കാരണം ലത്തീൻ രൂപത ഇതിനകം തന്നെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അവരെ നേരിട്ട് പോയി മുഖ്യമന്ത്രി VD സതീശൻ കണ്ടു, മറ്റു നേതാക്കൾ കാണുന്നു. പക്ഷേ എന്നിട്ടും അവർ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം.